നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാർക്ക് മത്സരിക്കാൻ അനുമതി നൽകിയേക്കില്ല എന്ന സൂചന. എംപിമാർ മത്സരിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാലക്കാട് മറ്റാരുമില്ലെങ്കിൽ ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് ഇറങ്ങട്ടെ എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, വടകരയിൽ കെ രമയുള്ളപ്പോൾ പിന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ പാലക്കാട് തിരിച്ചുപിടിക്കണമെങ്കിൽ ഷാഫി തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ ഷാഫി മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉറപ്പുവരുന്നത്. കാരണം ഷാഫി മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ MP സ്ഥാനത്തേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരണം. എന്തായാലും അതിന്റെ ആവശ്യം തൽക്കാലമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം അടക്കം പരിഗണിച്ചാണ് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് AICC എത്തിച്ചേർന്നത് എന്നാണ് വിവരം. ചില MPമാർ ഹൈക്കമാൻഡിനെ മത്സരസന്നദ്ധ അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് കളം ഒരുങ്ങിയെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ദില്ലിയിൽ ഇരിക്കേണ്ട കേരളത്തിൽ കളം പിടിക്കാമെന്ന് കോൺഗ്രസ് MPമാരിൽ പലർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് സാധ്യത കുറവെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. MPമാർ ഈ സ്ഥാനം വിട്ട് MLAമാരാകാൻ ശ്രമിക്കുന്നത് എതിരാളികൾ പ്രചാരണ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. മാത്രമല്ല, ഷാഫി പറമ്പിൽ മത്സരിക്കുകയാണെങ്കിൽ MLA വരികയാണെങ്കിൽ മന്ത്രിയാകാനുള്ള സാധ്യത പോലും ഉണ്ട്. ആ സാധ്യതയാണ് മങ്ങുന്നത്. ഷാഫി പറമ്പിൽ കേന്ദ്രത്തിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിലിരിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദവും ജനങ്ങൾക്ക് സൗകര്യമാകുന്ന പല കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഷാഫിക്ക് കഴിയുമെന്ന ജനങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫി അടക്കമുള്ളവർ മത്സരിക്കുകയാണെങ്കിൽ ഒരു മന്ത്രി പദവി, മികച്ച ഒരു മന്ത്രി പദവിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നതെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും MPമാർ MLA സ്ഥാനം ലക്ഷ്യമിട്ടിറങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 1-2 MPമാർക്ക് ഇളവ് നൽകിയാൽ കൂടുതൽ പേര് അവകാശവാദം ഉന്നയിക്കാനും തർക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. മത്സരിച്ചവർ കൂട്ടത്തോടെ ജയിച്ചു വന്നാൽ ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന സ്ഥിതി ഉണ്ടാകും. പകരം സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്ന തലവേദന വേറെയും ഉണ്ടാകും. അതിനാലാണ് MPമാരായി തന്നെ ഇരുന്നാൽ ഈ തലവേദനയൊന്നും ഉണ്ടാകില്ല എന്ന വാദം ശക്തിപ്പെടുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഏറെ തുടങ്ങിയതോടുകൂടിയാണ് മുന്നണികൾ അണിയറ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്നത്. ജയസാധ്യതയുള്ള നേതാക്കളെ മണ്ഡലങ്ങളിൽ മുൻകൂട്ടി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അണിയറയിലെ പ്രവർത്തനങ്ങൾ മുന്നണി നേതാക്കൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പരസ്യപ്പെടുത്തുന്നുമുണ്ട്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സ്പെഷ്യൽ ക്യാബിനറ്റിലെ തീരുമാനം. മന്ത്രിമാരെല്ലാം മത്സരിക്കണമെന്നും 110 സീറ്റ് വിജയിക്കുമെന്നുമുള്ള മുൻകൂട്ടി പ്രവചനം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതാണ് BJPയുടെ തുറപ്പുചീട്ട്. കോൺഗ്രസ് ആകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിലുമാണ് കളത്തിലിറങ്ങിയാൽ പോകുന്നത്. എന്തൊക്കെയായാലും കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ് VIP മണ്ഡലം തന്നെയാണ്. ഇവിടെ വിജയിക്കുന്നവർ കേരളത്തിലാകെ ചലനം സൃഷ്ടിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ നിയമമണ്ഡലമായിരുന്നു VIP ആയിരുന്നത്. ഇപ്പോഴിത് വട്ടിയൂർക്കാവിലേക്ക് മാറിയിരിക്കുന്നു. അതായത് UDFും LDFും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലങ്ങളല്ല, VIP മണ്ഡലം എന്ന് ചുരുക്കം. BJPയും LDFും നേർക്കുനേർ മത്സരിക്കുന്ന ഇടങ്ങളാണ് VIP മണ്ഡലങ്ങൾ. ഇവിടെ UDFിന്റെ വോട്ട് നിർണായകമാകും. എന്നാൽ വട്ടിയൂർക്കാവിൽ അപ്രതീക്ഷിത വിജയം ആർക്കുമാകാം. കാരണം UDFിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ് ഇത്. അന്ന് മേയറായിരുന്ന VK പ്രശാന്തിനെ ഇറക്കിയാണ് LDF പിടിച്ചെടുത്തത്. അതിനു മുൻപ് K മുരളീധരന്റെ മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. ഇത്തവണ വട്ടിയൂർക്കാവിൽ രാഷ്ട്രീയ പോരാട്ടം കടുക്കും. സിറ്റിംഗ് MLA VK പ്രശാന്തിനെ നേരിടാൻ K മുരളീധരൻ മടങ്ങിയെത്തുമോ എന്നാണ് കോൺഗ്രസ് പാളയത്തിലെ പ്രധാന ചർച്ച. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിൽ മണ്ഡലം പിടിക്കാൻ BJPയിൽ വൻ നേതാക്കളുടെ നീണ്ട നിര തന്നെ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൂടെ UDFിന്റെ ഉരുക്കുകോട്ട പിടിച്ചെടുത്ത മേയർ ബ്രോ VK പ്രശാന്തിന് ഇത്തവണയും LDF മുൻഗണന നൽകുന്നു. എന്നാൽ പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റുന്ന കാര്യവും CPM ആലോചനയിലുണ്ട്. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ K മുരളീധരനെ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ മുന്നേറ്റം മുരളീധരന്റെ സാന്നിധ്യം കൂട്ടിയിട്ടുണ്ടെങ്കിൽ വിജയമായി മാറുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നുമുണ്ട്.